CITIU 18ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ കൊടി ഉയർന്നു. വിശാഖപട്ടണത്ത് ആന്ധ്ര യൂണിവേഴ്സിറ്റി കൺവെൻഷൻ സെന്ററിലെ ആനത്തലവട്ടം ആനന്ദൻ നഗറിലാണ് സമ്മേളനം. അഖിലേന്ത്യാ പ്രസിഡന്റ് കെ ഹേമലത ചെമ്പതാക ഉയർത്തി. എം സന്തോഷ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സന്തോഷ്, വിശദാംശങ്ങൾ പറയുന്നു. അസിത, തുറമുഖ നഗരമായ വിശാഖപട്ടണത്തെ ആണ് CITUവിൻ്റെ 18ാമത് അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന് ഉജ്ജ്വലമായിട്ടുള്ള തുടക്കമാണ് ഉണ്ടായിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ ഈ വിശാഖപട്ടണത്തുള്ള തൊഴിലാളി പ്രവർത്തകർ, CITU പ്രവർത്തകർ സമ്മേളനം വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു. അഖിലേന്ത്യാ പ്രസിഡന്റ് കെ ഹേമലത പതാക ഉയർത്തിയതോടുകൂടിയാണ് 18ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന് തുടക്കമായത്. വിവിധ രക്തസാക്ഷി കുടീരങ്ങളിൽ നിന്നുള്ള ദീപശിഖകൾ സമ്മേളന നഗരിയിൽ അഖിലേന്ത്യാ നേതാക്കൾ ഏറ്റുവാങ്ങി. അതിനുശേഷം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. തുടർന്നാണ് ഉദ്ഘാടന സെഷൻ ആരംഭിച്ചത്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപൻ സെൻ ആണ് ആമുഖ പ്രഭാഷണം നടത്തിയത്. പിന്നാലെ ഈ വിവിധ ട്രേഡ് യൂണിയൻ CITU കൂടാതെ വിവിധ ട്രേഡ് യൂണിയൻ INTUC, AITUC ഉൾപ്പെടെയുള്ള വിവിധ ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാരും സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഉച്ചയോടുകൂടി ഈ ഉദ്ഘാടന സമ്മേളനം അവസാനിക്കും. ഉച്ചയ്ക്ക് ശേഷം 3:30 പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. പ്രതിനിധി സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിക്കും. ഇതിന് പിന്നാലെ ഈ പ്രതിനിധികളുടെ ഗ്രൂപ്പ് ചർച്ചയും തുടർന്ന് പൊതു ചർച്ചയുമാണ് ഉണ്ടാവുക. 1320 പ്രതിനിധികളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ വിശാഖപട്ടണത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രധാനമായും ഈ സമ്മേളനം നടക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ലേബർ കോഡുകൾ തൊഴിലാളികൾക്ക് മേലെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവരുടെ അർഹമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ വ്യാപകമായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന കേന്ദ്ര നയം തുടരുകയാണ്. ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയായിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ രൂപീകരണവും നയരൂപീകരണവുമായിരിക്കും പ്രധാനമായും സമ്മേളനത്തിൽ ഉണ്ടാവുക. അസിത.